വൃക്കകളുടെ ആരോഗ്യ പരിപാലനം ഇന്നത്തെ വിഷയം. PCNL എന്ന ചികിത്സ രീതി ഇനിയും ആവശ്യമുണ്ടോ? RIRSZS സിസ്റ്റം ഇന്ന് കിഡ്നിയിലെ കല്ല് ചികിത്സാരംഗത്തെ അതിനൂതനാവിഷ്കാരമാണ്. ഹലോ ആൻഡ് വെൽക്കം ടു ഗൈഡൻസ് ഓൺ ലേറ്റസ്റ്റ് ഇന്നോവേഷൻസ് ഇൻ ഹെൽത്ത് കെയർ. നാം ഇന്ന് വൃക്കകളുടെ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് അതിൻ്റെ ഏറ്റവും പരിചയസമ്പന്നനായ ആധുനിക വൈദ്യശാസ്ത്ര വിദഗ്ധരിലൂടെ അറിയാം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ്. സ്വാഗതം ചെയ്യാം. ഡോക്ടർ മുഹമ്മദ് സലീം, Senior Consultant Urologist and Endourologist, and one of the pioneers behind the RIRSZS system, an advanced kidney stone treatment technique. Doctor, welcome to the show. താങ്ക് യു സോ മച്ച്. വളരെയധികം സന്തോഷം ഇന്ന് ഇവിടെ എത്താൻ കഴിഞ്ഞതിലും. പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ വൃക്കകളുടെ ആരോഗ്യ പരിപാലന രംഗത്ത് ആധുനിക സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റങ്ങളും പ്രയോജനങ്ങളും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അവർക്ക് നല്ല ചികിത്സ തിരഞ്ഞെടുക്കുവാൻ സഹായിക്കുന്നതിനും ഈ അവസരം ഒരുക്കിയതിനും. ഇന്ന് സമൂഹത്തിൽ വളരെ സാധാരണ ആയി കണ്ടുവരുന്ന അസുഖം ആണ് വൃക്കയിലെ കല്ല്. അതിൻ്റെ ചികിത്സ രീതി ആയ PCNL എന്ന രീതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ പ്രൊസീജർ ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. PCNL അല്ലെങ്കിൽ പെർക്യൂട്ടേനിയസ് നെഫ്രോലിത്തോട്ടമി എന്ന തോക്ക് മസിലുകൾ കടന്ന് വൃക്കയിൽ നേരിട്ട് ദ്വാരം ഉണ്ടാക്കി അതിലൂടെ കല്ല് പുറത്ത് എടുക്കുന്ന രീതിയാണ്. ഇത് പഴയ രീതിയാണ്. സാങ്കേതിക വിദ്യയിൽ അത്ര തന്നെ വികാസം പ്രാപിക്കാത്ത സമയം ഉണ്ടായിരുന്ന ഒരു ചികിത്സ രീതിയാണ്. എന്നാൽ ഇന്ന് കൂടുതൽ ഫലപ്രദമായ രീതികൾ ലഭ്യമാണ്. എന്താണ് PCNLന്റെ പ്രത്യേകത? യെസ്, ഇറ്റ്സ് എൻ ഇൻവേസീവ് പ്രൊസീജിയർ. ഈ ചികിത്സ രീതിയിൽ പ്രധാന ആശങ്കകൾ എന്ന് പറയുന്നത് രക്തസ്രാവം, രക്തം സ്വീകരിക്കാൻ ട്രെയിൻ വരിക, വൃക്കയിലെ കോശങ്ങൾക്ക് ക്ഷതം സംഭവിക്കുക, കൂടുതൽ കാലത്തെ ആശുപത്രിവാസം, വളരെയധികം സങ്കീർണമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്ന അവസ്ഥ, പ്രത്യേകിച്ചും പ്രായമായവർക്കും ഏത് ഉള്ള രോഗികളിലും. ആസ് എ ഡോക്ടർ, നമ്മളുടെ ജോലി കേവലം കല്ല് പുറത്ത് എടുക്കുക എന്നത് മാത്രം അല്ല, അതോടൊപ്പം തന്നെ വൃക്കകളുടെ സംരക്ഷണം കൂടിയാണ്. That's an important point. So ഡോക്ടർ, അങ്ങനെ എങ്കിൽ മറ്റ് ചികിത്സ ലഭ്യമാണോ? അതേക്കുറിച്ച് വിശദീകരിക്കാമോ? ഇന്ന് നമുക്ക് വളരെ സുരക്ഷിതമായി കല്ല് പുറത്ത് എടുക്കാവുന്ന ഒരു രീതിയാണ് RIRSZS. RIRS എന്നത് റിട്രോഗ്രേഡ് ഇൻട്രാറനൽ സർജറി, അതായത് മൂത്രക്കുഴലിൽ കൂടി വൃക്കയിൽ എത്തി കല്ല് പൊടിച്ച് നീക്കം ചെയ്യുന്ന രീതി. ഒട്ടും തന്നെ മുറിവുകൾ ഇല്ല എന്നതും വൃക്കയിൽ ദ്വാരം ഇടേണ്ട ആവശ്യവും ഇല്ല. ZS സിസ്റ്റം നേരിട്ട് വൃക്കയിൽ സ്കോപ്പ് എത്തി ഉപയോഗിച്ച് കല്ല് നീക്കം ചെയ്യുന്നു. PCNLമായി താരതമ്യം ചെയ്യുമ്പോൾ RIRSZS ഉള്ള പ്രത്യേകതകൾ എന്തെല്ലാമാണ്? എടുത്തു പറയേണ്ട പ്രത്യേകതകൾ പ്രധാനമായും മുറിവ് ഇല്ല എന്നതും വൃക്കയിൽ ക്ഷതം ഏൽപ്പിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. വളരെ കുറഞ്ഞ അളവിൽ രക്തസ്രാവം അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം. അണുബാധ ഉണ്ടാകുവാനുള്ള സാധ്യത വിരളമാണ്. അധികപക്ഷവും മുൻകൂർ സ്റ്റെന്റ് ഇടേണ്ട ആവശ്യമില്ല. സെക്ഷൻ ചെയ്ത് വളരെ വേഗം തന്നെ കല്ലിൻ്റെ പൊടികൾ നീക്കം ചെയ്യാൻ സാധിക്കും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പൂർണ്ണ ആരോഗ്യത്തോടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയും. ഇതിലെല്ലാം ഉപരി വൃക്കകൾക്ക് യാതൊരു ക്ഷതവും സംഭവിക്കുന്നില്ല എന്നത് ഏറെ നേട്ടം തന്നെയാണ്. ഡോക്ടർ, ഈ രീതി വലിയ കല്ലുകൾക്കും സങ്കീർണമായ കോംപ്ലക്സ് ഡയഗ്രാമുകൾക്കും ഫലപ്രദമാണോ? നിലവിൽ നാം PCNL തന്നെ അല്ലേ ചെയ്യാറുള്ളത്? യെസ്, ആബ്സല്യൂട്ട്ലി. RIRSZS സിസ്റ്റം വളരെയധികം സുരക്ഷിതമായി തന്നെ വൃക്കയിൽ ഏത് സ്ഥാനത്തും കട്ടിയിലും വലുപ്പത്തിലും ഉള്ള കല്ലുകൾ പുറത്തു എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒറ്റ വൃക്ക മാത്രം ഉള്ളവരിലും പ്രമേഹം, ഹൃദ്രോഗം, പ്രായാധിക്യം എന്നീ അവസ്ഥയിൽ ഉള്ള രോഗികൾക്കും ഏറെ ഫലപ്രദമാണ് ഈ നൂതന സാങ്കേതിക വിദ്യ. തീർച്ചയായും വളരെ പ്രാധാന്യം ഏറിയ ഒരു ചികിത്സ രീതിയാണ് നാം ചർച്ച ചെയ്യുന്നത്. PCNL ചികിത്സ തേടുന്ന അല്ലെങ്കിൽ ഉപദേശിക്കപ്പെട്ട രോഗികളോട് എന്താണ് നിർദ്ദേശിക്കാനുള്ളത്? ഞാൻ എപ്പോഴും രോഗികളോട് ചോദിക്കാറുള്ളത്, അനാവശ്യമായി വൃക്കയിൽ ദ്വാരം ഉണ്ടാക്കി അതിൻ്റെ കോംപ്ലിക്കേഷൻ നേരിടുന്നതിനേക്കാൾ നല്ലത് മുറിവുകൾ ഇല്ലാതെ വളരെ നല്ല രീതിയിൽ കല്ലുകൾ പുറത്തു എടുക്കുന്ന RIRSZS എന്ന നൂതനമായ രീതി അല്ലേ എന്നാണ്. ആധുനിക വൈദ്യശാസ്ത്രവും ലക്ഷ്യം വെക്കുന്നത് ശരീരത്തിന് ഹാനികരം അല്ലാത്തതും മുറിവുകൾ ഇല്ലാത്തതും ആയ സൗകര്യപ്രദമായ ചികിത്സ രീതികൾ ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഡോക്ടർ പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഡോക്ടർക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സന്ദേശം എന്താണ്? ഒരിക്കൽ വൃക്കകളുടെ കോശങ്ങൾക്ക് ക്ഷതം സംഭവിച്ചാൽ അത് റിക്കവർ ആവില്ല. അത് പിന്നീട് ഒരിക്കലും പഴയ രീതിയിലേക്ക് തിരിച്ചു വരില്ല. ചികിത്സക്ക് ഒരുങ്ങുമ്പോൾ മനസ്സിൽ ലക്ഷ്യം വെക്കേണ്ടത് കല്ല് നീക്കം ചെയ്യണം, വൃക്കകൾക്ക് ക്ഷതം സംഭവിക്കരുത്. The RIRSZS system is the future safe, precise and kidney friendly. നന്ദി ഡോക്ടർ മുഹമ്മദ് സലീം. ഞങ്ങളോടൊപ്പം താങ്കളുടെ വിലയേറിയ സമയം ചിലവഴിച്ചതിനും ഏറെ ഉപകാരപ്രദമായ അറിവുകൾ പങ്കുവച്ചതിനും നന്ദി പ്രിയപ്പെട്ട ഞങ്ങളുടെ ശ്രോതാക്കൾക്ക്. Thank you to our viewers for tuning in to our program today. Stay informed, stay healthy.